500+ വരുന്ന ഒരു പ്രീമിയം കോഫിയാണിത്. ഇതേ ക്വാളിറ്റിയിൽ ഈ കോഫി സാധാരണക്കാരന്റെ കൈകളിലേക്ക് എത്തിച്ചൊരു മനുഷ്യനുണ്ട്. പരിചയപ്പെടുത്തരാം. ഉണ്ടായിരുന്ന സർക്കാർ ജോലി തന്റെ സ്വപ്നത്തിന് വില്ലനാവുമെന്ന് മനസ്സിലായപ്പോൾ ഒരു അപ്പുപ്പൻ താടി പോലെ കാറ്റിൽ പറത്തി സ്വന്തമായൊരു കോഫി ബ്രാൻഡ് എന്ന തന്റെ സ്വപ്നത്തിന്റെ പുറകെ സഞ്ചരിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് സാധാരണക്കാരുടെ സ്റ്റാർബക്സ് എന്ന പേരിലും 2024 മികച്ച കോഫി ബ്രാൻഡിനുള്ള അവാർഡും നേടിയ ഓൾഡ് സ്കൂൾ ടീയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്യാം കേസ് ആണ് ഇന്ന് എന്നോടൊപ്പം. ബ്രോ, ഈ പ്രീമിയം കോഫി സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ആശയം എങ്ങനെയാണ് വന്നത്? എപ്പോഴും നല്ലൊരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഒരു പെയിൻ സോൾവ് ചെയ്യുന്ന. അപ്പോൾ OST വരുന്നതിന് മുമ്പ് ഞാൻ കേരളത്തിൽ നമ്മൾ നോർമലായിട്ടൊരു വെറൈറ്റി ടീ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്ക ചായ, ഇഞ്ചി ചായ, മസാല ചായ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ബിസിനസ് വരുന്നത് കൊണ്ട് സൊസൈറ്റിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചിന്ത ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നാളിതുവരെ നമ്മളുടെ കേരളം കാണാത്ത ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കോഫീസ് കൊണ്ടുവരണമെന്നുള്ളൊരു ചിന്ത വന്നത്. കേരളത്തിൽ എങ്ങനെ ട്രെൻഡിങ് ആയോ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ, എനിക്കൊന്ന് തമിഴ്നാട്ടിൽ കുറച്ചുകൂടെ കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുണ്ട്. ഏത് ബ്ലോഗറുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാലും ഓൾഡ് സ്കൂൾ ടീ, ഓൾഡ് സ്കൂൾ ടീ, ഓൾഡ് സ്കൂൾ ടീ. ശരിക്കും തമിഴ്നാട്ടിൽ ഇപ്പോൾ എത്ര ഔട്ട്ലെറ്റ് ഉണ്ടാവും? നിലവിൽ നമുക്ക് 10ഓളം ഔട്ട്ലെറ്റ്സ് കൺഫേം ആയിട്ടുണ്ട്. 3 പ്രവർത്തിക്കുന്നുണ്ട്. ട്രിച്ചി, ചെന്നൈ, കോയമ്പത്തൂരിലൊക്കെയാണ് ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ളത്. ചെന്നൈയിൽ വീണ്ടും ഔട്ട്ലെറ്റ് ജൂണിൽ ഓപ്പൺ ആവും. ഈ വർഷം നമ്മൾ ഏകദേശം ഒരു 50ഓളം ഔട്ട്ലെറ്റാണ് തമിഴ്നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സാധാരണക്കാരൻ സർക്കാർ ജോലി ഉപേക്ഷിച്ചിട്ട് സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരു കോഫി ബ്രാൻഡ് തുടങ്ങുന്നു. അത് ഇന്ന് കേരളം വിട്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ തീ പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഓൾഡ് സ്കൂൾ ടീയുടെ ഭാവി പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻസ്? ഈ വർഷം നമ്മൾ ഓൾഡ് സ്കൂൾ ടീ എന്ന ബ്രാൻഡ് നെയിമിൽ തന്നെ ഒരു ടീ കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം ഒരു 3 വർഷമായിട്ടുള്ളൊരു സ്വപ്നമാണത്. അത് മലയാളികളുടെ എന്നല്ല, ഇന്ത്യയിലുള്ള ആൾക്കാരുടെയൊക്കെ വളരെ പ്രിയപ്പെട്ടൊരു ടീ ആയിട്ട് മാറണം എന്നുള്ളതാണ് ഈ വർഷത്തെ എന്നല്ല നമ്മുടെ ഒരു ലോങ് ടൈം ഡ്രീം. നല്ലൊരു സർക്കാർ ജോലി ഉപേക്ഷിച്ചിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ്, അതും കുറേ നാളത്തെ ഡ്രീമിന്റെ പുറകെ ഓടി പെട്ടെന്ന് സക്സസ്ഫുൾ ആയൊരു വ്യക്തിയാണ് ബ്രോ. ഇപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന യൂത്തേഴ്സിന് എന്താണ് ഒരു ടിപ്പ് കൊടുക്കാനുള്ളത്? ഇന്നിപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഏതൊരു ബിസിനസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും അവർ വന്നതുകൊണ്ട് പരിഹരിക്കപ്പെട്ട എന്തെങ്കിലും ഒരു പസിൽ കാണും സൊസൈറ്റിയിൽ. അപ്പോൾ ബിസിനസ്സിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാർ എപ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ് വരുന്നത് കൊണ്ട് സമൂഹത്തിലെ എന്ത് പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതാണ് ബിസിനസ്സിലെ ഏറ്റവും വലിയ സീക്രട്ട്. സായിപ്പിന്റെ കയ്യിലെ കോഫി സാധാരണക്കാരന്റെ കയ്യിലേക്ക് എത്തിച്ച ഈ യുവ സംരംഭകന്റെ മുന്നോട്ടുള്ള ആഗ്രഹങ്ങളും ഇതുപോലെ തന്നെ സാക്ഷാത്കരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബൈ ഫ്രം ഫേർട്ട് മാഡി.